ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിലും ഇപ്പോൾ വലിയ വർധനയാണ് അനുഭവപ്പെടുന്നത്. അഖിൽ പാലോട്ടുമഠമാണ് ഇന്ന് നമുക്ക് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. അഖിൽ, സ്വാമി ശരണം. വീണ്ടും ഒരിക്കൽ കൂടി സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ മാറ്റങ്ങൾ എന്താണ് അഖിൽ? കുറച്ച് ദിവസം മനോജായിരുന്നു, മനോജിന് ശേഷം ഇപ്പോൾ അഖിൽ വരുമ്പോൾ അഖിൽ, ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? ഇനി മണ്ഡല പൂജ അടുക്കുകയാണ്, അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് സന്നിധാനം കടക്കും. അതുപോലെ തന്നെ തിരക്ക് അതിനു മുൻപ് തന്നെ പെട്ടെന്ന് വന്ന് തീർക്കാൻ, ഇതുവരെ മാലയിട്ട് 41 ദിവസം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇനി വളരെ പെട്ടെന്ന് തന്നെ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ തിരക്ക് കൂടുന്ന സമയം കൂടിയാണ്. വിവരങ്ങൾ എന്താണ് വീണ? അതേപോലെ അഖിലിന്റെ ഒരു ചെലവ് ബാക്കി നിൽപ്പുണ്ട്. ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് അഖിലിന് ഒരു പുരസ്കാരം ലഭിച്ചത്. സന്നിധാനത്തെ ഒരു ദിവ്യാംഗനായിട്ടുള്ള ഒരു അയ്യപ്പൻ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഒരു പുരസ്കാരമൊക്കെ അഖിലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിറവ് കൂടി ഉണ്ട് അഖിലിന്. അഖിൽ, സ്വാമി ശരണം. സ്വാമി ശരണം വിനോദ്. വീണ, സ്വാമി ശരണം. വിനോദ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഇവിടേക്ക് വരാൻ വേണ്ടി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പുരസ്കാരം എന്നിലേക്ക് എത്തുന്നത്. ഇവിടെ ഞാൻ എത്തുന്ന സമയത്തും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ച കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് 18ാം പടിയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെയാണ്. വലിയ ഭക്തജന തിരക്ക്, പറഞ്ഞറിയിക്കുന്നതിന് വലിയ ഭക്തജന തിരക്കിലേക്കാണ് മണ്ഡലപൂജയുടെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശബരിമല സന്നിധിയിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഏകദേശം ഏറ്റവും അവസാനത്തെ കണക്ക് ശബരിമലയിൽ പുറത്ത് വിട്ടിട്ടില്ല. കാരണം 10 മണി മുതൽ 11 മണി വരെയാണ് ഏറ്റവും അവസാനത്തെ കണക്കായി അവർ പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 86,852 പേർ, അതായത് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 11 to 12 ആണ്. അപ്പോഴേക്കുമാണ് ഏറ്റവും അവസാനത്തെ കണക്ക് ശബരിമലയിലെ PRD പുറത്തുവിടുന്നത്. പക്ഷേ 10 മണി മുതൽ 11 മണി വരെ കണക്ക് പുറത്തുവിടുമ്പോൾ പോലും ഏകദേശം 86,000 പേർ, ഏകദേശം 86,000-ൽ പരം ആൾക്കാർ ശബരിമലയിലേക്ക് അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി എത്തിച്ചേർന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്പോട്ട് ബുക്കിംഗ് 10,000 പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്പോട്ട് ബുക്കിംഗ് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇന്നലെ മാത്രം സ്പോട്ട് ബുക്കിംഗ് നടത്തിയത് 21,310 പേരാണ് ശബരിമല സന്നിധിയിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടി സ്പോട്ട് ബുക്കിംഗ് നടത്തിയത്. അതായത് അല്ലാതെ ബുക്കിംഗ് നടത്തുന്നവരെക്കാൾ കൂടുതലാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങൾ അടക്കം അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് 18ാം പടിക്ക് താഴെ നിൽക്കാം എന്ന് തന്നെ വിചാരിച്ചതിന് പ്രധാന കാരണം, വലിയമ്പലത്തിൽ നിന്ന് കയറി വരുന്ന 2 ഗേറ്റുകളാണ് 18ാം പടിക്കിലേക്ക് കടത്തിവിടുന്നത്. ആ 2 ഗേറ്റുകളിലും മുഴുവനായ അയ്യപ്പ ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 18ാം പടിക്ക് താഴെ നിന്ന് ഇന്ന് പ്രേക്ഷകരുമായി ശബരിമലയിലെ വിശേഷങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത്. ഈ 18ാം പടി കയറി പോകുന്ന മുഴുവൻ ആൾക്കാരും അതുപോലെ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധിയിലേക്ക് നാളെ കഴിയുന്നതോടുകൂടി ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26-ാം തീയതിയാണ് മണ്ഡലപൂജ. 24 മുതൽ മണ്ഡലപൂജയുടെ പൂർണ്ണമായ ഒരുക്കങ്ങളിലേക്ക് എന്തായാലും സന്നിധാനത്തെ പ്രത്യേക പൂജകളടക്കമുള്ള ഇതിലേക്ക് പോകും. ആഴി പൂജയും അതുപോലെ തന്നെ അടക്കമുള്ളവയാണ് മണ്ഡലപൂജയുടെ പ്രാധാന്യമായി ഉണ്ടാവുക. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായി മണ്ഡല പൂജയുടെ പര്യവസാനത്തിലേക്ക് പോവുകയാണ്. മണ്ഡലപൂജയ്ക്ക് ശേഷം 26-ന് നടയടയ്ക്കും. പിന്നെ 3 ദിവസത്തിനു ശേഷമാണ് 30-ാം തീയതിയാണ് മകരവിളക്കിനു വേണ്ടി ശബരിമല സന്നിധാനം വീണ്ടും തുറക്കുക. മകരവിളക്ക് മഹോത്സവമായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന 16 ദിവസങ്ങൾ. അത് മകരവിളക്കിന്റെ മഹോത്സവമായിരിക്കും ശബരിമല സന്നിധിയിൽ. എന്തായാലും ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ഭക്തസാന്ദ്രമായ രീതിയിലാണ് ശബരിമല സന്നിധാനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഓരോ അയ്യപ്പ ഭക്തനും മലചവിട്ടി 18ാം പടി കയർന്ന് തത്വമസി പൊരുളായ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി പോകുന്ന കാഴ്ച നമുക്ക് വളരെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നതാണ് തന്നെയാണ് ഏറ്റവും ഭക്തിപൂർണമായ ഒരു കാഴ്ചയെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. വീണ.